എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് നല്ല ഒരു ലൈവായിരുന്നു കേട്ടോ. നമ്മളിന്ന് മെമ്പേഴ്സ് ഓൺലി ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആക്ച്വലി 11 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്ത് നമുക്ക് കുറേ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും മെമ്പേഴ്സ് ഓൺലി ലൈവ് ഉണ്ടായിരിക്കും. ഞാൻ ഡേറ്റ് പറയാം. ജോയിൻ ചെയ്യേണ്ടവർ ഞാൻ പോസ്റ്റിൽ നോക്കിയാൽ അറിയാം. എൻ്റെ ചാനലിൽ പോകുമ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് മെമ്പർഷിപ്പിനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. അതിന് എൻ്റെ ഗൂഗിൾ പേ നമ്പറൊന്നും ആവശ്യമില്ല. ഓക്കെ, അതിൽ എനിക്ക് യൂട്യൂബിൽ കൂടെയാണ് മെമ്പർഷിപ്പ് വേണ്ടത്, അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ടല്ല കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് അല്ലെങ്കിൽ ഏത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ എന്ന് വീണ്ടും ഉണ്ടാവും. പേയ്മെൻറ്റ് ചോദിക്കും, അതിൽ പേ ചെയ്ത് കയറിയാൽ മതി കേട്ടോ. മെമ്പേഴ്സ്, ഇന്നത്തെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റിൽ ഇടുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. സബ്സ്ക്രൈബേഴ്സ് വിഷമിക്കേണ്ട, നമുക്ക് തിങ്കളാഴ്ച ലൈവ് ഉണ്ട്. പക്ഷേ ഞാൻ 1.5 hours ഇരിക്കുള്ളൂ. ഓക്കെ, അതിപ്പോൾ തന്നെ നമുക്ക് ക്ഷീണമായി, കാരണം ഒരുപാട് പേരുടെ ഡീറ്റെയിൽഡായിട്ട് നോക്കിയതുകൊണ്ട്. അപ്പോൾ 1.5 hours വെച്ചിട്ട് പറ്റുമെങ്കിൽ മൺഡേ ആൻഡ് വെനസ്ഡേ ഞാൻ വരാം. അപ്പോൾ മൺഡേ കവർ ചെയ്യാൻ പറ്റാത്തവർക്ക് വെനസ്ഡേ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ സാധിക്കുള്ളൂ, കാരണം എക്സോസ്റ്റഡ് ആയി പോകുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഇന്നിപ്പോൾ August 1 ആണല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ മാസം പൊതുവെ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും, ഹെൽത്ത് എങ്ങനെയായിരിക്കും, കരിയർ എങ്ങനെയായിരിക്കും. നമ്മൾ യൂഷ്വലായിട്ട് റിലേഷൻഷിപ്പിൻ്റെ മാത്രമേ നോക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് ഹെൽത്തും ഇതും കൂടി എന്താണ് കരിയറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓവറോൾ നിങ്ങൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാം, റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്തിട്ട് കേട്ടോ. ഡിവൈൻ, ഓർക്കുക ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് എന്ന് പറയാൻ പറ്റില്ല, August 31 വരെ ഇത് വാലിഡ് ആയിരിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം അടുത്ത 1-ാം തീയതി നമുക്ക് വീണ്ടും നോക്കാം. അതേപോലെ പ്രത്യേക രാശികൾ ഇതിൽ റിഫ്ലക്റ്റ് ആവുകയാണെങ്കിൽ ഞാനത് പറയാം. റിഫ്ലക്റ്റ് ആവുക മേജർ അർക്കാനാസ് മാത്രമേ പറഞ്ഞു പോവുള്ളൂ കേട്ടോ. അതേപോലെ വേറെന്താണ്, അപ്പോൾ തുടങ്ങാം, നമുക്ക് അധികം വൈകിക്കണ്ട. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇത് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും August 1 മുതൽ അവസാനം വരെ ഈ മാസത്തേക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന് എനിക്കൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് July 1 മുതൽ അവസാനം വരെ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നൊന്ന് കാണിച്ചു തരും എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ. Hanged Man, Judgment, Eight of Swords, 2 of Cups, King of Cups, Tower, World, 6 of Cups, Fool, Strength. ചില കാർഡ്സ് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. എല്ലാ കാർഡും ആവശ്യമില്ല, ചില കാർഡ്. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ പ്ലീസ്. ഓക്കെ, 3 of Swords, 9 of Swords. ഓക്കെ, 9 of Wands. Clarify Judgment. Clarify Judgment. 9 of Cups and the Hermit. Clarify 8 of Swords. Clarify 8 of Swords. 6 of Pentacles, King of Wands, Tower. Clarify the Tower. Clarify the Tower. King of Cups, 6 of Cups. കൊള്ളാം. ടവർ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ചു. ക്ലാരിഫൈ ദ വേൾഡ്, പക്ഷേ ക്ലാരിഫൈ ചെയ്തപ്പോൾ നല്ലതാണ്. ക്ലാരിഫൈ ദ വേൾഡ്.
ദ സ്റ്റാർ ആൻഡ് ടെമ്പറൻസ്. ഗുഡ്. ഓക്കെ, ആകെ മൊത്തം നല്ലതായിട്ടാണ് ഈ മാസത്തിൽ കാണുന്നത് കേട്ടോ. ആദ്യത്തെ കാർഡ് മാത്രം നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വെച്ചിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് കേട്ടോ. സെപ്പറേറ്റഡ് ആണ്. ടോട്ടലായിട്ട് ഒരു എക്സ് ആയിട്ടാണ് അവിടെ കാണുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് വോൺസ് ഉണ്ട്. അവരെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി അവിടെ വളരെ സ്ട്രോങ് ആണ്. ഹാർട്ട് ബ്രേക്ക് ആണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് പോയി, അതായത് ഒരു എക്സ് തിരിച്ച് വരുമോ എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കായിട്ടുള്ളൊരു മെസ്സേജാണത്. സ്പെസിഫിക്കലി മീനരാശിക്കാർ. ഓക്കെ, മീനരാശിക്കാർ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്നവർ അവിടെ ടോട്ടലി സെപ്പറേറ്റഡ് ആണ്. എക്സ് ഡിവോഴ്സ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് പോയി. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ എക്സ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. തിരിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. അടുത്ത ഗ്രൂപ്പിൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ ഹെർമിറ്റ്, 9 ഓഫ് കപ്സ്. ഓക്കെ, ഇവിടെ ഒരു കോർട്ട് കേസിലൊക്കെ പെട്ട് നിങ്ങൾ ഒന്ന് സ്ട്രഗിൾ ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. വിർഗോ പറയുമ്പോൾ കന്നി രാശിക്കാരും അതേപോലെ തുലാരാശിക്കാരുമാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട്. ലിബ്ര, തുലാരാശിക്കാരുമാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുകയായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് അത് കൺവേർട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു കോർട്ട് കേസിൻ്റെ വിധിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഡിവോഴ്സ് കേസൊക്കെ നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് 8 ഓഫ് സ്വാർഡ്സ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് വാൺസും. ചിലർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് മാറിയിരിക്കുകയായിരുന്നു. നിങ്ങളുമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷനിൽ സെപ്പറേറ്റഡ് ആയി കാണും. സ്വയം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് സിറ്റുവേഷനിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ വേറെ യാതൊരു ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇവരായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തി തിരിച്ച് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ മേജർ അർക്കാന ഇല്ലാത്തതുകൊണ്ട് എല്ലാ സൈനും ഞാൻ പറയാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. സ്വാർഡ്സിൻ്റെ എനർജി ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ ആ കാർഡുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാം. ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ടവർ മൂവ്മെൻ്റ് ആയിരുന്നു. ഇവർ നിങ്ങളെ ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇവർ സ്നേഹത്തോടെ നിങ്ങളെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവർ മറന്നു പോയിട്ടൊന്നുമില്ല, സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ വരുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. വിൽ ദെയർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ ഇൻ ദിസ് റിഗാർഡ്? ഒരു നെക്സ്റ്റ് ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ കാണാൻ അവർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ആ റീയൂണിയൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടും. ഓക്കെ, കണ്ടുമുട്ടി സംസാരിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു കോംപ്രമൈസിൽ എത്തുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുകയായിരുന്നെങ്കിൽ. ഓക്കെ, അവിടെ ടവറിന് നമ്മൾ പ്രത്യേകിച്ചൊരു ഇത് പറയാറില്ല. സണ്ണ് വെച്ചിട്ട് ലിയോ, ചിങ്ങ രാശിക്കാർ ഒരുപാട് കൂടുതലായിട്ട് അതിൽ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അടുത്തത് ദ വേൾഡ് പോലെ വേൾഡ് വെച്ചിട്ട് നമ്മൾ അവിടെയും ഒരു പ്രത്യേക സോഡിയൊക്കെ എടുക്കാറില്ല. ഓക്കെ, സ്റ്റാർ ഉണ്ട് ഇവിടെ. സ്റ്റാറും ടെമ്പറൻസുമാണ്. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശിക്കാർ, അതേപോലെ സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ അവരെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്പൗസുമായിരിക്കാം. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു ലീവിനൊക്കെ വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ, ലവർ എബ്രോഡൊക്കെ ആണെങ്കിലും
അവർ നിങ്ങളുടെ അടുത്തേക്ക്, എബ്രോഡ് മാത്രമല്ല, നിങ്ങളായിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അവർക്ക് അവിടെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ വഴക്കിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുകയായിരുന്നു, ഒരു ഇമോഷണൽ ഗ്യാപ്പ് അവിടെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതും സോൾവ് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേരുടെ പേഴ്സൺസ് നൊസ്റ്റാൾജിക്കായിട്ട് അവരെ പറ്റി ഓർക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. സ്നേഹത്തോടെ ചിലരെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതേപോലെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇവർ നിൽക്കുന്നതായിരുന്നെങ്കിൽ, ഇന്നലെ ഒരാളുടെ കമൻറ്റ് ഞാൻ എസ്പെഷ്യലി ശ്രദ്ധിച്ചിരുന്നു. അത് വാലിഡ് ആയിട്ടൊരു കമൻ്റായിരുന്നു. ഷോർട്സിലായിരുന്നോ ലോങ് വീഡിയോയിലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഡിവോഴ്സ്ഡ് ആൾക്കാർ ലവിൽ വീഴാറില്ലേ? തീർച്ചയായിട്ടും വീഴാറുണ്ട്. അങ്ങനെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സിംഗിളായിട്ട് എടുത്താൽ മതി. ഓക്കെ, അവിടെ നിങ്ങളുടെ എക്സിനെ പറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എക്സിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങളൊരു ന്യൂ റിലേഷൻഷിപ്പാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ന്യൂ ലവ്, ന്യൂ റിലേഷൻ, സിംഗിൾ സ്റ്റാറ്റസിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് സിംഗിളാണ്, അവിടെ സ്പെസിഫിക്കലി ഡിവോഴ്സ്ഡ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഫൂള് വെച്ചിട്ട് ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു നല്ല ആക്ഷൻ ചിലർക്കെങ്കിലും ഈ മാസം പ്രതീക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് കുറേയധികം പേര് ആലോചിക്കുന്നത്. മേടരാശിക്കാർ, പിന്നെ ചിങ്ങ രാശിക്കാർ, ഏരീസ് ആൻഡ് ലിയോ രാശിക്കാർ അവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓവറോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരേ ഒരു സിറ്റുവേഷനിൽ എക്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുള്ളവർ മാത്രമേ ഒരു മൂവിങ് ഓൺ ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒരു റീയൂണിയൻ, തമ്മിൽ കാണൽ, അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഹാപ്പി മന്തായിട്ട് തന്നെയാണ് ഈ മാസം കാണുന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ്. ഡിവൈൻ, ഇനി കരിയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സ് ഈ കുറേ പേരെങ്കിലും ന്യൂ കരിയറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ എക്സിസ്റ്റിംഗ് കരിയറിൽ ജോബ് ചേഞ്ചിന് ശ്രമിക്കുന്നവരുണ്ട്, ഗവൺമെൻറ് ജോബ്സിന് ശ്രമിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഈ മാസം എങ്ങനെയായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരൂ. ന്യൂ ജോബിന് ശ്രമിക്കുന്നവർക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ആദ്യം പറയൂ. ന്യൂ ജോബിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം എങ്ങനെയായിരിക്കും? ഒരു ഇമെയിൽ, ഒരു മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രെങ്ത് ആണ്. ഞാൻ ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു ന്യൂ ബിഗിനിങ്, അതായത് ജോബ് ചേഞ്ച് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ന്യൂ ജോബിലുള്ളവർക്ക് ഓക്കെ. കാർഡ്സ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ഡെത്ത്, ഏസ് ഓഫ് കപ്സ് ആൻഡ് സൺ. ന്യൂ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസ് നിങ്ങളുടെ എംപ്ലോയറുടെ സൈഡിൽ നിന്നും വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതലായിട്ടും ചിങ്ങ രാശിക്കാർ, അതേപോലെ കർക്കിടക രാശിക്കാർ, പിന്നെ ചിങ്ങ രാശിക്കാർ പ്രബലമായിട്ട് കേട്ടോ. 2 കാർഡ് ചിങ്ങ രാശിക്കാർക്കാണ് വന്നത്. ചിങ്ങം പറയുമ്പോൾ ലിയോ രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്, കാപ്രിക്കോൺ ആൻഡ് വീണ്ടും ലിയോ. ഓക്കെ, കപ്സും മാത്രമേ കണക്റ്റ് ആയിട്ടുള്ളൂ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഇത്രയും പേരും കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിക്കുന്ന ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കാണുന്നുണ്ട്. ജോബ് ചേഞ്ചൊക്കെ, അതായത് ചിലപ്പോൾ സ്ഥലം മാറി പോകണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും പോസിബിലിറ്റി വരുന്നുണ്ട്. കാരണം സൺ കാർഡ് ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡും കൂടെയാണ്, പോസിറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് കേട്ടോ. അതേപോലെ ഡെത്ത് എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ന്യൂ ജോബ് സീക്കേഴ്സിന് ഈ മാസം. ഓക്കെ, അതേപോലെ എക്സിസ്റ്റിംഗ് ജോബ്, ചിലരെങ്കിലും ജോബ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉള്ള ജോബ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡിവൈൻ, സാധിക്കുമോ? എൻ്റെ വ്യൂവേഴ്സിൽ ചിലർ അവരുടെ ജോബ് ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അത് സാധിക്കുമോ എന്ന് പറഞ്ഞു തരും. ഡെവിളാണ് ആദ്യം വന്നത്. നൈറ്റ് ഓഫ് വാൻസ്, 9 ഓഫ് പെൻഡിക്കിൾസ്, 6 ഓഫ് വാൻസ് ആൻഡ് 4 ഓഫ് പെൻഡിക്കിൾസ്. ഓക്കെ,
ഒരു 3 ഓഫ് സ്വാർഡ്സ് ആണ് മേജർ എനർജി. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല സമയമല്ല എന്നാണ് കാണുന്നത് കേട്ടോ. മേജറായിട്ട് നല്ല സമയമല്ല എന്നാണ്. ശബ്ദം ക്ഷമിക്കുക, വീട്ടിലെ ഒരാൾക്ക് സുഖമില്ല കേട്ടോ, അതുകൊണ്ടുള്ള ശബ്ദ കോലാഹലമാണ്, ക്ഷമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ന്യൂ ജോബ് എടുത്ത് ചാടി ഒരു ന്യൂ ജോബിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു ഉന്നമനത്തിനുള്ള സാധ്യതയുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ഒരു ജോബ് വിട്ട് വേറൊരു ജോബിലേക്ക് പോകുന്നതല്ല. നിങ്ങൾ പക്ഷേ ഒരു പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സക്സസ്സിന് സാധ്യതയുണ്ട്. അതേപോലെ ഒരു സാലറി ഹൈക്കിനൊക്കെയാണ് നിങ്ങൾക്ക് സാധ്യത അവിടെ കാണുന്നത് കേട്ടോ. സേവിങ്സ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ കൂടുതൽ ഒരു ബോണസ്, ഒരു അപ്രൈസലിൽ ഒരു നല്ല റെസ്പോൺസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളൊരു ന്യൂ ജോബിലേക്ക് പോകാനാണ്, ഈ ജോബ് വിട്ടിട്ട് വേറൊരു ജോബിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എക്സിസ്റ്റിംഗ് ജോബിൽ കണ്ടിന്യൂ ചെയ്യുക, അതിൽ ഉന്നമനത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ മാസത്തെ ഗൈഡൻസ് നിങ്ങൾക്കുള്ള. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ്, ഇനി ഒരു ഗവൺമെൻറ് ജോബിന് ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സ് ഒരു ഗവൺമെൻറ് ജോബിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ടോ, എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരൂ. ഗവൺമെൻറ് ജോബിന് ശ്രമിക്കുന്നവരൽപ്പം ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഗവൺമെൻറ് ജോബുകാർക്ക് ഉടനെ ഒരു റെസ്പോൺസ് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് പ്രതീക്ഷിക്കണ്ട. ഇനി നിങ്ങളുടെ ഹെൽത്തും കൂടെ നോക്കാം ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഓവറോൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ മാസത്തിൽ എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ എന്നൊന്ന് പറഞ്ഞു തരൂ. ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഈ മാസത്തിൽ നിന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ് ഗൈഡ്. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, Fool. Okay, 7 of Cups and 3 of Pentacles. ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് BP അങ്ങനെയൊക്കെ പ്രഷർ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതർവൈസ് ഹെൽത്ത് പൊതുവേ ഓക്കെ തന്നെയാണ്. അഥവാ നിങ്ങളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഡോക്ടറെ മാറ്റിയിട്ട് മറ്റൊരു ഡോക്ടറുടെ അടുത്ത് ഒരു കൺസൾട്ടേഷന് പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് അവിടെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറച്ച് തെറാപ്പീസൊക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം കേട്ടോ. സ്ട്രെസ്സ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മെഡിറ്റേഷൻ, അത് ഞാൻ എല്ലാ റീഡിങ്ങിലും പറയുന്നതാണ്. ഒരു 10 മിനിറ്റ് രാവിലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ പല പ്രശ്നങ്ങളും അവിടെ സോൾവ് ആവും. ഓക്കെ, ഓവർ തിങ്കിങ് അവിടെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ചെറിയ യാത്രകൾ പോകുന്നത്, ഒരു ടൈം ഔട്ട് എടുക്കുന്നത്, അതായത് ഓവർ വർക്ക് അവിടെ കാണുന്നുണ്ട്. ഓവർ വർക്ക്ഡാണ് നിങ്ങൾ. ഒരുപാട് ജോലി തലയിൽ എടുത്ത് വെച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടുള്ള സ്ട്രെസ്സ് നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്കൊരു ടൈം ബ്രേക്ക് ആവശ്യമാണ്. ഒരു ചെറിയ ബ്രേക്ക് ഇടയ്ക്കെങ്കിലും എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, അതേപോലെ ടീം വർക്കിൽ ഒക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാൻ അവിടെ ശ്രമിക്കുക. കാരണം അവിടെ കുറച്ച് കൂടുതൽ സ്ട്രെസ്സ്, ഓവർ വർക്ക് വരുന്നതായിട്ട് അവിടെയും കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു ചിലരെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വലിയ ഇഷ്യൂസായിട്ട് കാണുന്നില്ല. ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ എക്സസൈസിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ ഈ മാസം
കുറച്ചൊന്ന് ഫിസിക്കൽ അസേർഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ജിമ്മിൽ പോവുകയോ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുകയോ ഒന്ന് നടക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊന്നും ഈ മാസം നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഉള്ള കാര്യങ്ങൾ സമാധാനപരമായി ഡീൽ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. കുറച്ച് ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ തന്നെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും നിങ്ങൾക്ക്. അതിൻ്റെ ഒപ്പം തന്നെ മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ മാസം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ, കരിയറിൽ, ഹെൽത്തിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ജനറൽ റീഡിംഗ് ആണ്, ഞാൻ ഓരോരോ രാശിയായിട്ട് പറഞ്ഞില്ല അവിടെ. ഓക്കെ, ഈ ലാസ്റ്റിലുള്ള രാശി ഞാൻ പറഞ്ഞു, ചിങ്ങരാശിയും മേടരാശിയും തന്നെയാണ് അവിടെ കൂടുതലായിട്ട് വന്നത് കേട്ടോ. അത് ഞാൻ രണ്ടാമത് എടുത്ത് പറയാതിരുന്നത്, ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ അവിടെ. ഓക്കെ, ഹെൽത്ത് പൊതുവെ എല്ലാവർക്കും തന്നെ വാലിഡ് ആണ്. അതുകൊണ്ട് ഞാനൊരു പ്രത്യേക രാശി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ. എല്ലാവർക്കും തന്നെ വാലിഡായിട്ട് എടുത്തോളൂ അത്. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഞാൻ രാശി പ്രകാരമൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം നമുക്ക് പറയാം. ഇന്ന രാശിക്ക് ഇന്നത്, ഇന്ന രാശിക്ക് ഒരുപാട് ലോങ് ആവും. അത്രയൊന്നും കാണാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഓവറോൾ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് മൺഡേ 11 AM. ഓക്കെ, പറ്റുന്നവർ കയറുക. ക്ഷമയോടെ എന്നോടും കുറച്ച് ക്ഷമ കാണിക്കുക. ഓക്കെ, പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ ചെയ്യും. ഞാനൊരു 1.5 hours മാക്സിമം 2 hours, അതിൻ്റെ അപ്പുറേ വലിച്ച് നീട്ടില്ല. ഓക്കെ, അവിടെ വെച്ച് കട്ടാക്കിയിട്ട് വീണ്ടും ഒരു ദിവസം ഇടവിട്ട് നമുക്ക് ബുധനാഴ്ച വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം, വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നും വന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. എന്നാലേ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് എനിക്ക് കണക്റ്റ് ആവണമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരികയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. വീണ്ടും കാണാം.